ഈശ്മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഒത്തിരി സന്തോഷമുണ്ട്. എന്നെ ഇവിടേക്ക് നമ്മുടെ ലിസ്മി സിസ്റ്റർ വരാൻ പറഞ്ഞ് ഇവിടേക്ക് വരാൻ പറ്റി. തമ്പുരാൻ ഒത്തിരി നന്ദി. ദൈവവിളി എങ്ങനെയാണെന്ന് പറയാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് നിൽക്കുകയാണ്. കാരണം അത്രമാത്രം തമ്പുരാൻ കൃപ ചൊരിഞ്ഞതിൻ്റെ ഫലമാണ് ഒരു പുരോഹിതനായിട്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട്, നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. നിത്യപുരോഹിത നിന്റെ ചാരേതാ ഞാൻ, നിന്നോടു ചേരുവാൻ നിന്നെ പോലാകുവാൻ. നിത്യപുരോഹിത നിന്റെ ചാരേതാ ഞാൻ, നിന്നോടു ചേരുവാൻ നിന്നെ പോലാകുവാൻ. കാൽവരി കേറുവാൻ ഞാനുമിതാ, കാൽവരി കേറുവാൻ ഞാനുമിതാ. കാലങ്ങളേറെ ഞാൻ കാത്തുനിന്നു, കാലങ്ങളേറെ ഞാൻ കാത്തുനിന്നു. നിത്യപുരോഹിത നിന്റെ ചാരേതാ ഞാൻ, നിന്നോടു ചേരുവാൻ നിന്നെ പോലാകുവാൻ. സ്നേഹമുള്ളവരെ, എൻ്റെ അപ്പാപ്പൻ കപ്പേരായിരുന്നു. എൻ്റെ അമ്മാമ്മ ഒരു ഭക്തസ്ത്രീ എന്ന് തന്നെ പറയാം. പള്ളിയും സംഘടനകളും അച്ഛന്മാരോടുള്ള സ്നേഹവും സിസ്റ്റേഴ്സിനോടുള്ള സ്നേഹവും ഒക്കെ. ഞങ്ങൾ നടത്തറയിലാണ് ഞങ്ങളുടെ വീടായിരുന്നത്, തറവാട്. എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്മാമ്മയുടെ കൂടെ ഇരുന്നിട്ടൊരു പ്രാർത്ഥനയുണ്ട്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റണേ, കുറുമ്പ് കാണിക്കാൻ തോന്നരുതേ, അപ്പനും അമ്മേനെയൊക്കെ നന്നായിട്ട് നോക്കണേ, പഠിച്ച് അച്ഛനാക്കണേ. അപ്പോൾ അമ്മാമ്മ എന്തു പറയണോ അതൊക്കെ ഞാനും പറയണം. അമ്മാമ്മ പറഞ്ഞ പ്രാർത്ഥനയുടെ ഫലം അമ്മാമ്മ ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് അത് കേൾക്കുന്നുണ്ട്. 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് 10ാം ക്ലാസ് കഴിയുക. അത് കഴിഞ്ഞ് ഞങ്ങൾ 2000-ലാണ് എൻ്റെ 10ാം ക്ലാസ് SSLC എഴുതുന്നത്. ദൈവാനുഗ്രഹിച്ച് വില്ലടം സ്കൂളിലെ സയൻസ് ഗ്രൂപ്പിന് തന്നെ ഇത് കിട്ടി. പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മാർക്ക് കിട്ടി ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പിന്നെയും തുടർന്ന് പഠിക്കണം, ഡിഗ്രിക്ക് പോകണം, അങ്ങനെ എന്തെങ്കിലും ഹയർ സ്റ്റഡീസിനൊക്കെ പോകണം. പക്ഷേ കുടുംബത്തിൻ്റെ സാഹചര്യം ഒരു പക്ഷേ പഠിക്കാൻ പോകുന്നതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് കുടുംബത്തിനെ സഹായിക്കുക, അതായത് അപ്പനെ സഹായിക്കുക, അതായിരുന്നു എൻ്റെ മനസ്സിൽ. കാരണം ഞങ്ങൾ വാടക വീടായിരുന്നു, സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പന് ജോലി ഉണ്ടായിരുന്നെങ്കിലും കൂടി വീടിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ വാടക കൊടുത്ത് ഞങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അത് ഒരു സപ്പോർട്ട് ആവശ്യം ഉണ്ടായിരുന്നു ശരിക്കും. അപ്പോൾ അത് ഞാൻ എന്താ പറയുക, മനസ്സിലാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു +2കാരൻ എന്തുമാത്രം മനസ്സിലാക്കും ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൽ ഇത്രയായിരുന്നു ആഗ്രഹം. +2 എങ്ങനെയെങ്കിലും നമ്മൾ ജയിക്കേ തോക്കെ എന്തായാലും കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് ഒരു ജോലിക്ക് പോകും. അപ്പോൾ അന്നത്തെ എൻ്റെ വികാരിച്ചൻ ജേക്കബ് മലയാറ്റി എന്ന് പറയും, ഞങ്ങൾ മാടക്കത്തറയിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്ന ആ സമയത്ത്, +2 പഠിച്ച സമയത്ത്. അച്ഛനായിട്ട് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഞാൻ ജോലിക്ക് ചേരുന്നത് കൊണ്ട് ഭാവന ഫോട്ടോസ്റ്റാറ്റാണ്. ജോലി കിട്ടി, ഭയങ്കര സന്തോഷമായിരുന്നു. ജോലിക്കാരനായി 800 രൂപയാണ് ആദ്യത്തെ ശമ്പളം. ആ ശമ്പളം കിട്ടി ഞാൻ അങ്ങനെ തന്നെ അത് പൈസ മേടിച്ച് എനിക്ക് ജോലി മേടിച്ച് തന്ന അച്ഛന് ഞാനത് പൈസ കൊടുത്തിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ അതെൻ്റെ ആദ്യത്തെ ശമ്പളമാണ് എന്ന് പറഞ്ഞിട്ട് അച്ഛന് കൊടുത്തു. നിൻ്റെ അപ്പന് കൊടുക്ക്, നിൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ നീ ചെയ്യ് എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പൈസ വാങ്ങിയത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ വന്നപ്പോൾ മനസ്സിലായി, ജയിച്ചിരുന്നെങ്കിൽ ഇതിന് കുറച്ചും കൂടി നല്ല ഒരു ജോലിക്ക് എനിക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് +2 എങ്ങനെയും പഠിക്കാം, കുടുംബത്തെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കണം. അപ്പോൾ ഈ ട്യൂഷന് പോണ പൈസ ഒക്കെ എനിക്ക് തന്നെ കൊടുക്കണം, അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അതും വീടിന് സഹായിക്കാമല്ലോ. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ചേട്ടൻ്റെ അടുത്ത്, അറിയാവുന്നൊരു ചേട്ടനോട് ഞാൻ അങ്ങനെ പറഞ്ഞു, പച്ചക്കറി മാർക്കറ്റിലെ തൃശ്ശൂർ ശക്തൻ ഒരു ചായക്കടയിലാണ്. അപ്പോൾ ചായക്കടയോ ചേട്ടാ, അപ്പോൾ നീ അന്വേഷിച്ചിട്ട് പറഞ്ഞാൽ മതി നോക്കി. അപ്പം ഞാനത് അപ്പം അങ്ങനെ ചായക്കട എന്ന് കേട്ടപ്പോൾ തന്നെ ദൈവമേ, ഗ്ലാസ് കഴുകുക, മേശ തുടയ്ക്കുക, കർത്താവേ എന്താവാവോ, എന്നാലും സാരില്ല, ഉള്ളിലുള്ള ആഗ്രഹം എങ്ങനെയെങ്കിലും പഠിക്കണം, +2 ജയിക്കണം, പാസ്സാവണം. ചായക്കടയിൽ നിന്നാലും അത് ജോലി തന്നെയാണല്ലോ. അപ്പോൾ ഇവരൊക്കെ ഒരുപാട് ഇങ്ങനെ കാലത്തന്നെ പച്ചക്കറി മാർക്കറ്റ് ആകുമ്പോൾ നേരത്തെ പോകണം. അവിടെ കുറച്ച് സമയം ഒരു 10-11 മണി വരെയാണ് ജോലി. അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആവും. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സൊക്കെ ആൾ പറയാണ്,
11 മണി വരെ ജോലിയുള്ളൂ. 5 മണിക്ക് ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ 5:30 കടയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 10-12 മണിയാകുമ്പോഴേക്കും എല്ലാം ഫ്രീ ആവും. 11 മണിക്ക് നിനക്ക് അവിടെ നിന്ന് തന്നെ പാലും ബ്രെഡും മുട്ടയും ഒക്കെ നിനക്ക് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒക്കെ പറഞ്ഞ് എന്നാൽ ശരി ചായക്കട കുഴപ്പമില്ല, നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് ട്യൂഷന് പോകാമല്ലോ. അങ്ങനെ ഞാനങ്ങനെ തൃശ്ശൂർ പച്ചക്കറി മാർക്കറ്റിൽ അങ്ങനെ ഒരു ചായക്കടയിൽ എൻ്റെ സേവ്യേട്ടൻ എന്നാണ് കടയുടെ ചേട്ടൻ്റെ പേര്. അങ്ങനെ സേവ്യേട്ടൻ്റെ കൂടെ അങ്ങനെ നമ്മൾ അവിടെ നിന്നു. അപ്പോൾ സത്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അവിടെ കടയിലാക്കിയ ബിജു എന്നാണ് ആ ചേട്ടൻ്റെ പേര്. അപ്പോൾ ബിജു ചേട്ടൻ പറഞ്ഞതിനേക്കാളും ഭയങ്കര ഓഫറാണ്. ഓഫറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലത്ത് പോകുന്നു, നമ്മളവിടെ കാര്യങ്ങളൊക്കെ ചെയ്യണു, ഗ്ലാസ് കഴുകലും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണു. അത് കഴിഞ്ഞ് നമ്മളൊരു 10-12 മണിയാകുമ്പോൾ നമ്മൾ ഫ്രീ ആവണം. അപ്പോൾ നമ്മൾ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ ഓരോ മുതലാളിമാർക്ക് നമ്മൾ ചായ കൊണ്ടു കൊടുക്കും. അവർ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലാസ്സും കൂടി കൊണ്ടുവരണം, അത് നമ്മൾ വിടും. അപ്പോൾ ഈ ആൾക്കാരായിട്ടും മുതലാളിമാരായിട്ട് അവിടെയുള്ള ജോലിക്കാരൊക്കെ ആയിട്ട് നല്ല പരിചയമായി. എൻ്റെ അടുത്ത് ചോദിക്കും, എടാ നമുക്ക് കുറച്ച് പച്ചക്കറി വേണോ, വീട്ടിലേക്ക് കൊണ്ടുപോകണോ? അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. നമുക്കപ്പോൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി ഒരു പൈസയും കൊടുക്കാണ്ട് നല്ല സുഖസുന്ദരമായിട്ട് ഒരിടത്തേക്ക് ചേട്ടാ ഇത്തിരി പയർ, അപ്പോൾ ഇത്തിരി വെണ്ടയ്ക്ക, ഇത്തിരി ഇത് അങ്ങനെ നമുക്ക് കിട്ടും. ഓരോ പ്രാവശ്യം അവർ സഞ്ചി കൊണ്ട് ചെല്ലുമ്പോൾ അവർ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നമുക്ക് തരും. അത് ആ സേവ്യേട്ടൻ്റെ ചെക്കനാണ് എന്ന് അവർ പറയും. അവർക്ക് യാതൊരുവിധ ആ ഒരു മടിയുമില്ല അങ്ങനെ നമുക്ക് പച്ചക്കറി നമുക്ക് തരാം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കെ ചേട്ടൻ എന്നോട് ചോദിച്ചു, കടയിലെ സാധനങ്ങൾ എടുത്ത് കൊടുക്കാനായിട്ട്, പച്ചക്കറി എടുത്ത് കൊടുക്കാനായിട്ട് നിനക്ക് നിൽക്കാൻ പറ്റുമോ? അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒരു ഇത് പൈസ കിട്ടുന്നത് കൊണ്ട് അപ്പോൾ അങ്ങനെ ചിന്തിച്ച് ഞാൻ ആ കടയിൽ പോയി അവിടെ കുറച്ച് നാൾ നിന്നു. അങ്ങനെ കുറച്ച് നാൾ അവിടെ അങ്ങനെ നിന്ന് പിന്നെ വേറൊരു മുതലാളി വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് അവിടെ നിന്നിരുന്ന ഒന്ന് റൈറ്റർ എന്ന് പറയും, അപ്പോൾ നമ്മളൊന്ന് റൈറ്ററായിട്ട് ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ കൃത്യമായിട്ട്, എന്നാലും നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ നോക്കാം എന്നുള്ള വിധത്തിൽ അങ്ങനെ റൈറ്ററായിട്ട് അവിടെ ഒരു കടയിൽ കയറി. പണിക്കാരെന്നുള്ള വിധത്തിലല്ല, അതിൽ കൂടുതലായിട്ട് ഒരു സ്വന്തം പോലെ ഒരു എല്ലാ കാര്യങ്ങളും വീട്ടിലേതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടി ഒത്തിരി സഹായിച്ചായിരുന്നു. വത്സേട്ടൻ ഒത്തിരി സഹായിച്ചായിരുന്നു. +2 ട്യൂഷന് പോയായിരുന്നു. അങ്ങനെ അത് എഴുതി, അങ്ങനെ +2 പരീക്ഷ അത് ദൈവാനുഗ്രഹിച്ച് പാസ്സായി. എന്നിട്ടും നമ്മൾ ഇങ്ങനെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ്. തൃശ്ശൂർ അതിരൂപതയിൽ DBCLC എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ലൈബ്രറി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലൈബ്രറിയിൽ ചെന്ന് ഞാനൊരു പുസ്തകം അവിടെ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരു പുസ്തകം കിട്ടിയത് ഇങ്ങനെ ദൈവത്തിൻ്റെ നിസ്വൻ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് കിട്ടിയത്. ആ ഒരു പുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടാവുമോ? സംഗതി അത് ഒരു നോവലാണ്, ഒരാളുടെ ഒരു സങ്കല്പമാണ്, ഒരു ചിന്തയാണ്. എങ്കിലും കൂടി എന്തൊക്കെ വർണ്ണിച്ചെഴുതിയാലും ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യനും ഒരു വിശുദ്ധനും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. എത്ര കണ്ടും അത് പോകുന്നില്ല. അപ്പോൾ ഈ പുസ്തകം കൊടുക്കാനുള്ള സമയമായി. 1 മാസം തോന്നുന്നുണ്ട് കയ്യിൽ വയ്ക്കാനായിട്ട് പറ്റുള്ളൂ. ഞാനപ്പോൾ അത് 1 മാസം കഴിഞ്ഞ് അവിടെ ചെന്ന് പിന്നെയും ചോദിച്ച് പിന്നെയും അതെടുത്ത് ഞാൻ ഓർക്കണു, അത് പിന്നെയും വായിച്ചു. ഫ്രാൻസിസ് നിനക്ക് ഇതുപോലെയൊക്കെ പറ്റുമോ എന്ന് എന്നോട് ചോദിക്കണ പോലെ ഒരു തോന്നലായിരുന്നു എനിക്ക്, ഇതൊക്കെ നിനക്കും പറ്റുമോ? അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രാൻസിസ് അല്ലല്ലോ ഞാൻ ലിജോനല്ലേ. എന്നെക്കുറിച്ച് ഫ്രാൻസിസെ നിനക്കറിയാലോ, ഞാൻ ഇത്രയല്ലേ ഉള്ളൂ. ഈ ഒരു മറുപടി ഇങ്ങനെ പറയുകയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. തിയോളജി പഠിക്കണം എന്ന് അങ്ങനെ മനസ്സിലെന്തോ അങ്ങനെ പഠിക്കണം എന്നൊരു ആഗ്രഹം. അങ്ങനെ DBCLCയിൽ തിയോളജി പഠിക്കാനായിട്ടുള്ള കാര്യത്തിനൊന്ന് ചേർന്നു. അവിടുത്തെ ചാർജുള്ള ചാരിറ്റി സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർ ജെസ്സിൽ ക്ലാസ്സിന് വേണ്ടി പോകുന്ന സമയത്ത് ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാനും ഒക്കെ ആയിട്ട് സിസ്റ്ററെ പരിചയപ്പെട്ടു. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് നമുക്ക് ചില വ്യക്തികളെ നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കും. ചില സാഹചര്യങ്ങൾ ദൈവം തന്നെ സൃഷ്ടിക്കും. സാധാരണ പോലെ എവിടെ വീട്, എന്താണ് കാര്യങ്ങൾ, എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇത് വീട്ടിലത്തെ കാര്യങ്ങൾ, അപ്പോൾ എല്ലാ വിശേഷങ്ങളും പറയാനായിട്ട് എനിക്ക് ഉള്ളിൽ തോന്നിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സിസ്റ്ററോട് സംസാരിക്കാനും ഒരു ദിവസം കൊണ്ടല്ല, അവിടെ പോയിട്ടുള്ള പല ദിവസങ്ങളിലായിട്ട് സിസ്റ്റർക്ക് എന്നെ മനസ്സിലായി. ജോലിക്ക് പോകേണ്ടതുണ്ട്, എന്നാൽ പിന്നെ അച്ഛനാവണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം വന്നായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഉള്ളിൽ. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ സിസ്റ്ററോട് സംസാരിച്ച് അങ്ങനെ ഈ ഒരു മനസ്സിലൊരാഗ്രഹമുണ്ട്.
പുരോഹിതനാകണം എന്നുള്ളത്. എന്നാൽ പിന്നെ നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങൾ നടത്തും വേണം. അപ്പോൾ സിസ്റ്റർ തന്നെ ഒന്ന് അഭിപ്രായപ്പെട്ട് എന്നോട് പറഞ്ഞു, ഫാമിലി അപ്പോസ്റ്റോലിക് സെൻറ്ററിൽ ഒരു പയ്യനെ ആവശ്യമുണ്ട്, അപ്പോൾ പിന്നെ നീ അങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് ഫാമിലി അപ്പോസ്റ്റോലിക് സെൻറ്ററിൽ ഒരു പയ്യനായിട്ട് ഞാൻ അവിടെ പോയി. 2006 അവിടെ ജോൺസൺ അന്തിക്കാടൻ അച്ഛനായിരുന്നു. എല്ലാ കാര്യത്തിനും പ്രോത്സാഹനം തന്ന് വളർത്തിക്കൊണ്ടുവന്നൊരു അച്ഛനാണ്. അച്ഛൻ അവിടെ നിന്ന് മാറുന്ന സമയത്ത് പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അച്ഛൻ ഡയറക്ടർ സ്ഥാനം മാറി. പകരം വന്ന അച്ഛനാണ് വർഗീസ് കൂത്തുരച്ചൻ. വർഗീസ് കൂത്തുരച്ചൻ അവിടെ വന്ന് പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പറഞ്ഞു, നീ ഇനി ഇവിടെ ഇങ്ങനെ പയ്യനായിട്ട് നിന്നാൽ ശരിയാവില്ല, നീ എന്തെങ്കിലും പഠിച്ചാൽ നല്ലതാണ്. അന്ന് മെയിൽ നേഴ്സുമാർക്ക് ഭയങ്കര സ്കോപ്പായിരുന്നു. നീ പൈസയുടെ കാര്യം നീ ചിന്തിക്കേണ്ട, നീ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ നേഴ്സിംഗ് പഠിപ്പിച്ചു. പിന്നെ ചെന്നൈയിലാണ് 2 വർഷം ജോലി ചെയ്തത്. അവിടെ നിന്ന് ഞാൻ തൃശ്ശൂർ രൂപതയിലെ നെസ്റ്റ് ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ട് ചേറൂർ, അവിടെയാണ് ഞാൻ ജോലി ചെയ്തത്. അവിടെ ഒരു ആരാധന ചാപ്പലുണ്ട്. തമ്പുരാൻ്റെ അടുത്ത് പോയി ഇരിക്കാനൊക്കെ നമുക്ക് പറ്റും. എന്താണ് തമ്പുരാൻ പറയണതെന്ന് നോക്കാം. അപ്പം എൻ്റെ മനസ്സിൽ വന്ന കാര്യമാണ്, ഞാൻ ധ്യാനത്തിന് പോകുന്നു. ധ്യാനത്തിന് പോയിട്ട് ധ്യാന ഹാളിൽ 5-6 തൂണുകളുണ്ടാവും. വലതുവശത്തെ തൂണിൻ്റെ അവിടെ എനിക്കുള്ള പെൺകുട്ടി അവിടെ നിൽക്കും. അപ്പോൾ പിന്നെ ഞാൻ അവളെ കണ്ടുമുട്ടുന്നു, അവളോട് കാര്യങ്ങൾ പറയുന്നു. ഞാൻ നഴ്സാണ്, ഇങ്ങനെ വർക്ക് ചെയ്യുന്നു, 30-31 വയസ്സായി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവളോട് പറയുന്നു. അങ്ങനെ എൻ്റെ മനസ്സിൽ എപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു. ഞാൻ മക്കിയാട് ധ്യാന കേന്ദ്രത്തിലേക്കാണ് ഞാൻ പോയത്. നഴ്സുമാരുടെ ധ്യാനമായിരുന്നു. ഒരു 10-80ഓളം നഴ്സുമാർ അവിടെ വന്നിട്ടുണ്ട്. ഒരു ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം കൗൺസിലിങ്ങിന് ഇരുന്ന സിസ്റ്ററോട് ഞാൻ കല്യാണത്തിനുള്ള ഏകദേശം വയസ്സായിട്ടുണ്ട്, അതിനുള്ള കാര്യങ്ങളായിട്ടുണ്ടെന്നുള്ളതാണ് സിസ്റ്ററോട് ഞാൻ പറഞ്ഞത്. വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് എന്നോട് സിസ്റ്റർ എടുത്ത് ചോദിച്ചു. സിസ്റ്ററെ, എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്തയും കൂടി വരുന്നുണ്ട്. ഫ്രാൻസിസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. തൃശ്ശൂർ ബിഷപ്പ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ FCCയിൽ സിസ്റ്റർ ലീമ ഹോമിയോ ഡോക്ടറാണ്. ഞാൻ ഫാമിലിയിൽ പയ്യനായിട്ടിരുന്ന സമയത്ത് അച്ഛനാകണം എന്നുള്ള ചെറിയൊരു ആഗ്രഹം ആളോട് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ബൈബിൾ തന്നിട്ട് നീ ഒരു ഭാഗം എടുത്ത് വായിക്ക് എന്നോട് പറഞ്ഞായിരുന്നു. എടുത്ത് വായിച്ച ഭാഗം യെശയ്യായുടെ പുസ്തകം 6ാമത്തെ അധ്യായമാണ്. അതിൽ യെശയ്യായുടെ ദൗത്യമാണ്. ആ യെശയ്യായുടെ ദൗത്യത്തിലെ അവസാനത്തെ 8ാമത്തെ വചനം ഞാൻ വായിക്കാം. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഇപ്പോൾ ഈ ഒരു വചനം ഞാൻ വായിച്ചു. സിസ്റ്റർക്ക് ഒത്തിരി സന്തോഷമായി. സിസ്റ്റർ പ്രാർത്ഥിച്ചു. പക്ഷേ നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ വരുമ്പോൾ, ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ, വീട്ടിലേക്ക് കൊടുക്കുന്ന പൈസയുടെ കാര്യമൊക്കെ ഓർക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു ചിന്തയായിട്ട് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റിയില്ല. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡം അനുസരിച്ച് നിങ്ങൾ ബുദ്ധിമാന്മാർ അധികമില്ല. എന്തിനു വേണ്ടിയാണെന്ന് അവസാനത്തെ 29ാമത്തെ വചനത്തിലുണ്ട്. ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടെ നിന്ന് ഇങ്ങനെ ചെയ്തത്. ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. നിങ്ങളുടെ മുമ്പിൽ പുരോഹിതനായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വചനമാണ്, ഏതൊക്കെ വഴികളിലൂടെ ദൈവം എന്നെ നടത്തിയെന്ന് ഒരിക്കലും മറക്കാതെ അഹങ്കരിക്കാതെ അവിടുത്തെ പുരോഹിതനാവുക. ഈയൊരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോരാനായിട്ട് ഞാൻ ദൈവത്തോട് ചോദിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വീട്, ദൈവമേ എനിക്ക് വീട് വേണം. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അനുജനെ കൃത്യമായിട്ട് ഒരു വീട്ടിലത്തെ കാര്യങ്ങൾക്ക് നടത്താനായിട്ടുള്ള ഒരു ഇത് വേണം, സാഹചര്യം വേണം. അപ്പോൾ ഞാനത് തമ്പുരാനോട് എൻ്റെ ആഗ്രഹം പറഞ്ഞു, ഇറങ്ങിപ്പോരാനായിട്ട് എന്നാലേ സാധിക്കുള്ളൂ എന്ന് ആഗ്രഹം പറഞ്ഞു. ദൈവം അനുഗ്രഹിച്ച് ദൈവം നമുക്കൊരു വീടൊരുക്കി. അനുജന് വിദേശത്ത് പോയി അതിൻ്റേതായിട്ടുള്ള സാഹചര്യം ഒരുക്കി. ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പറയുന്നതിന് മുൻപ് ഞാൻ അനുജനോട് ചോദിച്ചു, ലിൻഡോ ചേട്ടനെ കൊണ്ടൊരു ആഗ്രഹമുണ്ട്, അച്ഛനാവാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അനിയൻ പറഞ്ഞു, ചേട്ടൻ ധൈര്യമായിട്ട് പൊക്കോ ചേട്ടാ, ബാക്കിയുള്ള ദൈവം ഇപ്പോൾ എല്ലാ കാര്യം ക്രമീകരിച്ചില്ലേ, നമുക്കൊരു വീട് തന്നില്ലേ, എനിക്കായാലും ഒരു ജോലി ആയല്ലോ, അപ്പച്ചനായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ പോരെ. അവൻ ഭയങ്കരമായിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചു. ചേട്ടൻ പൊക്കോ, ഒരു കുഴപ്പമില്ല, പേടിക്കണ്ട. അപ്പച്ചനായാലും അമ്മച്ചിക്കായാലും ഞാനത് കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ച് അവരിടുന്നായിരുന്നു. പക്ഷേ അവരൊക്കെ അത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. വളരെ ചെറുപ്പത്തിൽ അമ്മാമ്മ എന്നെ കൊണ്ട് പറയിപ്പിച്ചൊരു കാര്യമുണ്ട്, പഠിച്ച് അച്ഛനാക്കണേ എന്ന്. പക്ഷേ ജീവിതത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ അതെല്ലാം മറന്നു പോയിരുന്നു, അല്ലെങ്കിൽ അതൊന്നും ഓർക്കാനായിട്ട് പറ്റിയിരുന്നില്ല. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ദൈവം അന്ന് ഞാൻ പ്രാർത്ഥിച്ചത്, അമ്മാമ്മയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചത് ദൈവം കേട്ടിട്ടുണ്ട്, ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ജെറമ്യാനെ വിളിക്കുമ്പോൾ പറയുന്നില്ലേ, മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവായിരിക്കുന്ന മുമ്പേ ഞാൻ നിന്നെ വിളിച്ചു
എന്ന് പറയുന്നത് പോലെ ഞാൻ ജനിക്കുന്ന മുമ്പേ വിളിച്ചിട്ടുണ്ട്. പക്ഷെ പല സാഹചര്യങ്ങളിലൂടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മറന്നത് ഞാനാണ്, ദൈവം ഒരിക്കലും മറന്നിട്ടില്ല. ഒരു പുരോഹിതനാക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു, പദ്ധതി ഇട്ടിരുന്നു. എന്തെല്ലാം കാര്യങ്ങളിലൂടെ വന്നിട്ടായാലും തമ്പുരാൻ്റെ കൃപയാൽ ദൈവം എന്നെ ഒരു പുരോഹിതനാക്കിയിരിക്കുകയാണ്. രാമനാഥപുരം രൂപതയ്ക്ക് വേണ്ടിയിട്ടാണ് പൗരോഹിത്യം സ്വീകരിച്ചിട്ടുള്ളത്. അഭിവന്ദ്യ മാർ പോൾ ആലപ്പാട്ട് പിതാവിൻ്റെ കൈവപ്പ് വഴി പുരോഹിതനായി. ഞാൻ അന്ന് പറഞ്ഞ ഒരു വചനഭാഗം ഞാൻ ഓർക്കാണ്. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ഭാഗതയും അവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. തൻ്റെ വിശിഷ്ടമായ അവകാശം എനിക്ക് തന്ന പൊന്നു തമ്പുരാനെ ഒത്തിരി നന്ദി. ദ്യോവിൻ കവാടങ്ങൾ തുറന്നെന്നിൽ മന്നയായി മാനവനാമെന്നെ ദൈവദൂതനാക്കി മാറോടു ചേർത്തു നീ മറക്കാത്തൊരോർമ്മയായി മാറോടു ചേർത്തു നീ മറക്കാത്തൊരോർമ്മയായി മരിക്കുവോളം നീ എൻ കുർബാനയിൽ മറക്കുമോ എൻ്റെ ഈ കരങ്ങളെ ഞാൻ